ആകാശത്ത് പോകുന്ന ഏതെങ്കിലും വിമാനം കണ്ടാൽ ഫോൺ എടുത്ത് അതിനു നേരെ ഒന്ന് പോയിന്റ് ചെയ്താൽ മതി. ആ വിമാനം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടാണ് പോകുന്നത്, ഏത് എയർക്രാഫ്റ്റ് ആണ് എന്നൊക്കെ നിങ്ങളുടെ ക്യാമറ സ്ക്രീനിൽ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് കാണാം. ഇതിനായി ഉപയോഗിക്കേണ്ട ആപ്പാണ് ഫ്ലൈറ്റ് റഡാർ 24. ആപ്പ് തുറന്ന് AR വ്യൂ സെലക്ട് ചെയ്ത് ഫോൺ ആകാശത്തേക്ക് പോയിന്റ് ചെയ്താൽ നിങ്ങളുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ഫ്ലൈറ്റിന്റെ വിവരങ്ങൾ ക്യാമറ വ്യൂവിന്റെ മുകളിൽ ഓവർലേ ആയി കാണിക്കും. നമ്മൾ കണ്ട ഈ ഫ്ലൈറ്റ് തന്നെ നോക്കൂ. ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ്. AR ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്ത ശേഷം അതേ ഫ്ലൈറ്റ് സെലക്ട് ചെയ്താൽ മാപ്പിൽ അതിന്റെ യാത്ര റിയൽ ടൈമായി ഫോളോ ചെയ്യാനും സാധിക്കും. ഇതിൽ മറ്റൊരു കിടിലൻ ഫീച്ചറാണ് 3D വ്യൂ. ഒരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്ത് 3D വ്യൂ തുറന്നാൽ എയർക്രാഫ്റ്റിനെ 3D മോഡലായി ടെറൈനിന്റെ മുകളിലൂടെ ഫോളോ ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഫോൺ ക്യാമറ വിമാനം സ്കാൻ ചെയ്ത് അതിന്റെ നമ്പർ വായിക്കുന്നതല്ല. ഫ്ലൈറ്റ് റഡാർ 24 പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക് ഡിപെൻഡന്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് എന്ന ടെക്നോളജിയാണ്. ADS-B എക്വിപ്ഡ് എയർക്രാഫ്റ്റ് GPS പൊസിഷൻ ഉപയോഗിച്ച് ലൊക്കേഷൻ, ഓൾട്ടിറ്റ്യൂഡ്, സ്പീഡ്, ഐഡന്റിഫിക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ റേഡിയോ സിഗ്നൽസ് ആയി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ഫ്ലൈറ്റ് റഡാർ 24ന്റെ 50,000-ലധികം റിസീവേഴ്സ് ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് ഈ സിഗ്നൽ സ്വീകരിച്ച് അവരുടെ സെർവേഴ്സിലേക്ക് അയക്കുന്നു. അതിനൊപ്പം ഷെഡ്യൂൾസ്, റൂട്ട്സ്, എയർക്രാഫ്റ്റ് ഡാറ്റാബേസ് തുടങ്ങിയ വിവരങ്ങളും ചേർത്താണ് നമ്മൾ ആപ്പിൽ കാണുന്ന മൂവിംഗ് ഫ്ലൈറ്റ് മാപ്പ് ഉണ്ടാക്കുന്നത്. ADS-B ഇല്ലാത്ത ചില എയർക്രാഫ്റ്റുകളെ MLAT പോലുള്ള മറ്റ് ട്രാക്കിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചും ഫ്ലൈറ്റ് റഡാർ 24 കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് വിമാനങ്ങൾ ഒരേ സമയം മാപ്പിൽ നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്.